ഞാനൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് പാട്ടിന് കിട്ടിയ സമ്മാനം. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു അലക്കുകാരനുണ്ടായിരുന്നു. അയാൾ ഒരു കഴുതയെ വളർത്തിയിരുന്നു. രാവിലെ ആകുമ്പോൾ അലക്കാനുള്ള തുണികളെല്ലാം കഴുതയുടെ പുറത്തു വെച്ച് അലക്കുകാരൻ പുഴക്കരയിലേക്ക് പോകും. വൈകിട്ടാകുമ്പോൾ എല്ലാ തുണികളും അലക്കി ഉണക്കി കഴുതപ്പുറത്ത് വെച്ച് വീട്ടിലോട്ട് മടങ്ങുകയും ചെയ്യും. വീട്ടിലെത്തിക്കഴിഞ്ഞ് രാത്രിയാവുമ്പോൾ തൻ്റെ കഴുതയെ കെട്ടയച്ച് സ്വതന്ത്രമായി വിട്ടിരുന്നു. ഈ സമയം കഴുത വയലുകളിലും മറ്റു പറമ്പുകളിലും തനിക്ക് മതിയാവോളം പച്ചപ്പുല്ലോ കായ്ക്കനികളോ കഴിക്കും. അതിനുശേഷം നേരം പുലരുന്നതിനു മുമ്പ് തന്നെ തൻ്റെ യജമാന്റെ വീട്ടിലോട്ട് മടങ്ങും ചെയ്യും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കഴുത ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിൻ്റെ ഒരു ദിവസം ഒരു കുറുക്കനെ കാണുവാനിടയായി. അവർ പെട്ടെന്ന് തന്നെ നല്ല സുഹൃത്തുക്കളുമായി. പിന്നീടുള്ള രാത്രിയിലെ ചുറ്റിക്കറക്കം അവർ രണ്ടുപേരുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുറുക്കൻ പറഞ്ഞു, സുഹൃത്തെ, കുറച്ച് അകലെയായി ഞാനൊരു വെള്ളരിക്കാടം കണ്ടു. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? നിനക്ക് മതിയാവോളം വെള്ളരിയും കഴിക്കാം, എനിക്ക് നെണ്ടിനെയും കഴിച്ചു മടങ്ങാം. കഴുത സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളരിപ്പാടത്തേക്ക് പുറപ്പെട്ടു. അന്ന് നല്ല നിലാവുള്ള ദിവസമായിരുന്നു. അന്ന് നല്ല സ്വാദിഷ്ടമായ വെള്ളരിയും കഴിച്ചുകൊണ്ടിരിക്കും. കഴുതയ്ക്കൊരാഗ്രഹം, സുഹൃത്തെ, ഈ പൂർണ്ണ ചന്ദ്രനുള്ള തെളിഞ്ഞ ആകാശവും നിറയെ വെള്ളരിയും കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. ഈ സന്തോഷത്തിൽ ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. കഴുതയുടെ ആഗ്രഹം കുറുക്കൻ ഞെട്ടി. സുഹൃത്തെ, ഞാൻ നിന്റെ ആഗ്രഹത്തെ മാനിക്കുന്നു. പക്ഷെ നീ ഇപ്പോൾ പാട്ട് പാടാനാണെങ്കിൽ കൃഷിക്കാർ ഉണരാനിടയുണ്ട്. അത് നമുക്ക് അപകടമാണ്. കഴുത കുറുക്കൻ പറഞ്ഞതൊന്നും ചെവി കൊണ്ടില്ല. കഴുത പറഞ്ഞു, ഒരു കാട്ടുമൃഗമായ നിനക്ക് സംഗീതത്തെക്കുറിച്ച് എന്തറിയാം? അത് പാട്ട് പാടാനും അത് ആസ്വദിക്കാനും ഒരു കഴിവ് വേണം. ഇതൊന്നുമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോഴാണ് കുറുക്കനിക്ക് മനസ്സിലായത്, ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. കുറുക്കൻ പറഞ്ഞു, സുഹൃത്തെ, എന്നാൽ നീ പാടിക്കൊള്ളുക. ഞാൻ ഈ പാടത്തുനിന്ന് പുറത്തു പോയതിന് ശേഷം നീ പാടിക്കൊള്ളുക. അങ്ങനെ കുറുക്കൻ ഈ പാടത്തുനിന്ന് പുറത്തു പോയി ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരുന്നു, ആരും കാണാതെ. അങ്ങനെ കഴുതയുടെ മുഴുവൻ ശബ്ദമെടുത്ത് പാടാൻ തുടങ്ങി. കൃഷിക്കാർ കുറുക്കൻ പറഞ്ഞതുമായി കഴുത പാടിയ പാട്ടിന് കൃഷിക്കാർ ഉണർന്നു. ആരായി പാതിരാത്രി ഒച്ചയെടുത്ത് അലറുന്നത്? അവർ വെള്ളരിപ്പാടത്തേക്ക് നോക്കി. അന്ന് നല്ല നിലാവുള്ള വെളിച്ചമായത് കൊണ്ട് ആരാണ് നിന്നത് വേഗം മനസ്സിലായി. അവർ കല്ലുകളും വടികളും എടുത്ത് കഴുതയെ ആക്രമിച്ചു. ഏറുകൊണ്ടും കമ്പുകൊണ്ടും മുറിവേറ്റ കഴുത ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. കൃഷിക്കാർ പോയി കഴിഞ്ഞതിന് ശേഷം കുറുക്കൻ ആരും കാണാതെ വന്നു. കുറുക്കൻ പറഞ്ഞു, നീ നന്നായി തന്നെ പാടിയത്, അതിനർഹിച്ച സമ്മാനവും കിട്ടി. അങ്ങനെ കുറുക്കൻ ഓടിപ്പോയി. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് മനസ്സിലായത്? സമയവും സന്ദർഭവും നോക്കാതെയുള്ള
പ്രവർത്തിക്കാൻ വിപരീത ഫലമായിരിക്കും കിട്ടുക. നന്ദി, നമസ്കാരം.